മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ദിവ്യബലി യേശുവിന്റെ ബലിയാണ്. അത് സൗജന്യമാണ്. വിശുദ്ധ ബലിക്കായി ആരും പണമടയ്ക്കേണ്ടെന്ന് പോപ്പ് ഫ്രാൻസിസ്. ബാഹ്യമായ മറ്റ് ചെലവുകളെ ദിവ്യബലിയുമായി ഉൾച്ചേർക്കുവാൻ പാടുള്ളതല്ല. വിശ്വാസികളിൽ ആർക്കെങ്കിലും കാണിക്കയായി നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. 2018 മാർച്ച് 11 പതിവ് പൊതുദർശന വേളയിൽ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോഴാണ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത്. വാർത്തകൾ വിശദമായി. കർത്താവായ യേശു തന്റെ ശരീരവും രക്തവും അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാർക്ക് നൽകി പരിശുദ്ധ കുർബാനയുടെ ഉടമ്പടി സ്ഥാപിച്ചിട്ട് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. ക്രിസ്തുവിന്റെ ബലി അത് സൗജന്യമാണ്. എന്നാൽ വിശുദ്ധ കുർബാന ധർമ്മത്തിന്റെ നിരക്കുകൾ എറണാകുളം അങ്കമാലി അതിരൂപത 2025 ഫെബ്രുവരിയിലെ എറണാകുളം മിസത്തിലൂടെ പുതുക്കിയ തിരുക്കർമ്മ നിരക്കുകൾ അക്രൈസ്തവരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. സർക്കാർ പോലും പൊതുജനങ്ങളോട് ഈടാക്കാത്ത തരത്തിലുള്ള 50% വർധനയാണ് കച്ചവട സ്ഥാപനത്തിൽ വെച്ചിട്ടുള്ള വിലവിവര പട്ടിക പോലെ തിരുക്കർമ്മ ധർമ്മം പ്രദർശിപ്പിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം നടക്കുന്നതോടൊപ്പം ഏറെ വിവാദം സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രതിഭാസം കൂടി ഇപ്പോൾ അരങ്ങേറി. സീറോ മലബാർ സഭ എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് വിലയിട്ടിരിക്കുന്നത്? റാസ കുർബാന 2500, ഗ്രിഗോറിയൻ കുർബാന 7500, നിത്യകുർബാന 15000, ആഘോഷമായ കുർബാന 20000, ആഘോഷമായ റാസ കുർബാന 35000. അതിരൂപതകൾ വ്യത്യസ്തമായ രീതികളിൽ വളരെ വിചിത്രമായി ഇത്തരത്തിൽ ധർമ്മം പരിഷ്കരിച്ചിരിക്കുന്നു. ഇത് ന്യായമല്ല എന്ന് തന്നെയാണ് സഭയിലെ വിശ്വാസികളുടെ വാദം. വിശുദ്ധ കുർബാനയ്ക്ക് വ്യത്യസ്തമായ നിരക്കുകൾ എന്തിനാണ്? ഇതെല്ലാം കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമല്ലേ? കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിന് വൈദികർ പണം വാങ്ങേണ്ടതുണ്ടോ? മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിശ്രമ ജീവിതം നയിക്കുന്നവരും ഒഴികെ എല്ലാ വൈദികരുടെയും ജീവിതം സർവ്വ സൗഭാഗ്യങ്ങളും നിറഞ്ഞ മുടിചൂടി നിൽക്കുമ്പോൾ വലിയൊരു തെറ്റിദ്ധാരണ കൂദാശകളുടെയും കൂദാശാനുകരണങ്ങളുടെയും കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നു. പണം നൽകി ആവശ്യപ്പെട്ടാൽ മാത്രമേ പുരോഹിതർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന ചിന്തകൾ രൂപപ്പെടാൻ കുർബാന ധർമ്മത്തിന്റെ നിശ്ചിത നിരക്കുകളുടെ പ്രസിദ്ധീകരണം കാരണമായിട്ടുണ്ട്. കൂദാശകളും അനുകരണങ്ങളും വിലയും മൂല്യവും നിശ്ചയിക്കാനാകാത്ത വിധം മഹത്തരവും ദൈവികവുമാണ്. അവയ്ക്ക് വിലയിടാനോ വിലയ്ക്ക് വാങ്ങാനോ സാധിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് പോലും ദൈവദൂഷണപരമായ പാപമാണെന്ന് സഭാ നേതൃത്വം മറന്നു പോകുന്നതാണോ അതോ മനഃപൂർവ്വം സഭ ക്രിസ്തുവിനെ നാണം കെടുത്തുകയാണോ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആത്മപരിശോധന ചെയ്യുന്നത് സഭയ്ക്ക് ഏറെ ഗുണകരമാകും. എത്രയെത്ര സംഖ്യകളാണ് തിരുക്കർമ്മങ്ങളുടെ ഇനത്തിൽ വൈദികരുടെ കൈവശം എത്തിച്ചേരുന്നത്. എന്നിട്ടോ വൈദികർ തിന്നുന്ന ചോറിന് പോലും നന്ദി കാണിക്കാതെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നു. ബലിവേദിയിൽ നിന്ന് ബലിയർപ്പിക്കുന്ന വൈദികനെ മർദ്ദിക്കുന്നു. വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയുടെ നീതി നിഷേധിക്കുന്നു. വിശ്വാസികളെ തമ്മിൽ വിഘടിപ്പിക്കുന്നു. അങ്ങനെ പലതും, നീണ്ട നിരകൾ. അത്തരത്തിലുള്ളവരെ പിന്താങ്ങാൻ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരിയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടക്കുന്നു. ഒരു വൈദികൻ ചിലപ്പോൾ ഒരു ദിവസം 10 കുർബാന വെച്ച് ഒരു മാസം 300 കുർബാനയ്ക്കുള്ള ധർമ്മം സ്വീകരിച്ചിട്ടുണ്ടാവാം. വലിയ സാമ്പത്തിക ലാഭം വൈദികന് ലഭിക്കുന്നില്ലേ എന്നൊരു സംശയവും വിശ്വാസികൾക്കിടയിലുണ്ട്. എന്നാൽ വൈദികൻ ഒരു ദിവസം എത്ര കുർബാന ചൊല്ലിയാലും ഒരു കുർബാനയുടെ ധർമ്മം മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ അവകാശമുള്ളൂ. വലിയ ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും തിരുക്കർമ്മ ധർമ്മം വിവരിക്കാതെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാവം വിശ്വാസികളുടെ നേർച്ചപ്പണം ധൂർത്തടിക്കുന്ന സഭാ നേതൃത്വത്തെ വിശേഷിപ്പിച്ചാൽ അത് അതിവിശേഷമാകില്ലേ മെത്രാന്മാരെ? ആയതിനാൽ മെത്രാന്മാർ തമ്മിലുള്ള വാക്പോരുകളോ പരസ്പര ധാരണ ഇല്ലായ്മയോ അതിൽ വിശ്വാസികളെ വലിച്ചിടരുത്. ഇത് സീറോ മലബാർ സഭാ വിശ്വാസികളുടെ ഒരു അപേക്ഷയാണ്. കുർബാന ധർമ്മത്തിന്റെ 1ാം ഭാഗമാണ് നിങ്ങൾ ശ്രവിച്ചത്. ധർമ്മപരിഷ്കാര വിഷയങ്ങളിൽ സഭയിലെ വിശ്വസ്തരായ അൽമായരെ പങ്കെടുപ്പിച്ചു വേണം സഭാ നേതൃത്വം തീരുമാനങ്ങൾ എടുക്കുവാൻ. എറണാകുളം അതിരൂപതയിലെ അൽമായരെ അവഗണിച്ചുകൊണ്ട് ഇറക്കുന്ന ഇത്തരം ധർമ്മപരിഷ്കാരങ്ങൾ വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘത്തെ അറിയിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പോടെ ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.